9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ ഉണ്ടായ ദിവസമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് രാഹുൽ ഗാന്ധി കിട്ടി. ആരോപണങ്ങൾ തെളിയിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ വേണം. ഇപ്പോൾ രാഹുൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും വ്യക്തമല്ല എന്ന് കമ്മീഷൻ പറയുന്നു. രാഹുലിനെതിരെ വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കട്ടെ എന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാഹുലിന് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണം മാത്രം പോരാ, തെളിവുകളും വേണം. കാണിച്ചത് പോളിംഗ് ഓഫീസറുടെ രേഖയല്ലെന്നും കമ്മീഷൻ. രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ വെല്ലുവിളിച്ച് KC വേണുഗോപാൽ. ആരോപണം കടുപ്പിക്കാൻ ഡിജിറ്റൽ സംവിധാനമൊരുക്കി കോൺഗ്രസ്. തീരുവ പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ വിമർശനവുമായി രാജ്നാഥ് സിംഗ്. ചില മുതലാളിമാർക്ക് ഇന്ത്യയോട് അസൂയ. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ചയെ തടയാനാവില്ലെന്നും പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിനു പിന്നിൽ മേക്ക് ഇൻ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. സർക്കാർ ഇത് കാണുന്നുണ്ടോ? സംവരണ ആനുകൂല്യം നേടാൻ നടക്കുന്നത് വ്യാപക ജാതിമാറ്റ തട്ടിപ്പ്. ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് നേടുന്നത് നിയമം ദുരുപയോഗം ചെയ്ത് അർഹർ പട്ടികയ്ക്ക് പുറത്ത്. മദ്യവിതരണം ഓൺലൈനാക്കാൻ ബെവ്കോ. സർക്കാരിന് MDയുടെ ശുപാർശ ഏറ്റെടുക്കാൻ സ്വിഗ്ഗിയും. തൽക്കാലം ആലോചനയില്ലെന്ന് എക്സൈസ് മന്ത്രി. കൊച്ചുമകന് അമ്മുമ്മയുടെ ആൺസുഹൃത്ത് നൽകിയത് കഞ്ചാവും കള്ളും. ക്രൂരത വടുതല സ്വദേശിയായ 14 വയസ്സുകാരനോട്. തിരുവനന്തപുരം സ്വദേശി പ്രവീൺ അലക്സാണ്ടർ അറസ്റ്റിൽ. സിനിമയിലെ ഓൺലൈൻ തല്ല് തുടരുന്നു. സാന്ദ്ര തോമസും വിജയ് ബാബുവും നേർക്കുനേർ. ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതികരിച്ച് സാന്ദ്രയ്ക്ക് മത്സരിക്കാനാവില്ലെന്ന് വിജയ്. താൻ കമ്പനിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് തന്റെ പേരിലെന്ന് സാന്ദ്ര. CPMലെ ജ്യോതിഷ വിഭാഗത്തിൽ പ്രതികരണവുമായി ജോത്സ്യൻ. MV ഗോവിന്ദൻ എത്തിയത് ജാതകം നോക്കാനല്ലെന്ന് മാധവ പൊതുവാൾ. നടന്നത് സൗഹൃദ സംഭാഷണം മാത്രം. ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചത് ആരെന്ന് അറിയില്ലെന്നും മാധവ പൊതുവാൾ ന്യൂസ് 18നോട്. CPIയുടെ വിമർശനത്തിൽ ഭയപ്പെട്ട പ്രതികരണവുമായി കേരള കോൺഗ്രസ്. പാർട്ടി യോഗത്തിലെ സ്വാഭാവിക ചർച്ച മാത്രമെന്ന് റോഷി അഗസ്റ്റിൻ. അതിലെ കർഷകർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പാർട്ടി കൺവെൻഷനുകളിലും പാർട്ടി കമ്മിറ്റികളിലും ഉണ്ടാകുന്ന ചർച്ചകൾ അത് അതിൻ്റെ അർത്ഥത്തിനും തരത്തിലും മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അത് മുന്നണിക്ക് കോറിലുണ്ടാകാനോ മുന്നണിക്കകത്തെ സ്പർദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപപ്പെടുന്നതിന് വേണ്ടിയൊന്നും ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പ്രതികരിക്കാതെ ജോസ് കെ മാണി. തർക്കം വഷളാകാതിരിക്കാൻ മുൻകരുതലുമായി CPM. രാഹുൽ ഗാന്ധി തെളിയിക്കണം. കർണാടക മുഖ്യമന്ത്രി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുകയും ചില തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തത്. പക്ഷേ ആ തെളിവൊന്നും കൃത്യമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തലും ആരോപണവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിപ്പ് നടത്തുന്ന ആരോപണത്തിന് തെളിവുകൾ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചിലർ 2 തവണ വോട്ട് ചെയ്തുവെന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് അടക്കം തെളിവ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, കോൺഗ്രസ് നമുക്കറിയാം ഇന്ന് KC വേണുഗോപാലിലേക്ക് പ്രതികരണം വന്നിരുന്നു. ശക്തമായി തന്നെ ഇതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരുടേതായ വാദങ്ങളുണ്ട്. ഇന്ന് കൃത്യമായി നോട്ടീസ് അയക്കുകയും മറ്റും ചെയ്തു. എന്താണ് നീക്കം? നേരത്തെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ചോദ്യമായി വരുന്നില്ല എന്നുള്ള വിമർശനമായിരുന്നു. ഇപ്പോൾ അതിന് പരിഹാരമായോ? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിക്കൊണ്ട്, അതായത് കർണാടക ചീഫ് ഇലക്ഷൻ ഓഫീസർ നൽകിയ നോട്ടീസിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. രാഹുൽ കാണിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ 7-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച രേഖകൾ പോളിംഗ് ഓഫീസർ നൽകിയതല്ല. അതുപോലെ തന്നെ അതിൽ ഒരു സ്ത്രീ 2 തവണ വോട്ട് ചെയ്തതായി രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ ഹാജരാക്കണം. അവർ 2 തവണ വോട്ട് ചെയ്തു എന്ന് ഏതർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയത്
ഹാജരാക്കിയത്, അതിൻ്റെ രേഖകൾ എന്ത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ നൽകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയാണ്. നേരത്തെയും സമാനമായ ഒരു രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ബീഹാർ വോട്ടർ ലിസ്റ്റിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തു നിൽക്കുകയാണോ രാഹുൽ ഗാന്ധി പരാതി നൽകാൻ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കോൺഗ്രസ് പുറകോട്ടില്ല, ശക്തമായി തന്നെ ഇതൊരു പ്രചാരണ വിഷയമാക്കുക എന്ന നിലപാടിലാണ്. നാളെ ഡൽഹിയിൽ പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. 11:00 മാർച്ച് ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം നാളെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു അത്താഴ വിരുന്ന് മല്ലികാർജുൻ ഖർഗെ എല്ലാ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് നൽകും. ഈ ഘട്ടത്തിലും ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണത്തെ സംബന്ധിച്ച ഉള്ള ഒരു ചർച്ചയായിരിക്കും പ്രധാനമായി നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായൊരു പ്രക്ഷോഭം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ ചോദിക്കുമ്പോൾ ഈ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നു. ഒരു വെബ് പേജ് ആരംഭിച്ചിട്ടുണ്ട്. ആ പേജിലേക്ക് ഈ പ്രതിഷേധമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ. അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ നീക്കം. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇന്ന് KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞു. അതാണ് നമ്മുടെ ഇന്നത്തെ പഞ്ച് ഡയലോഗ്. വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെ കമ്മീഷനെ വെല്ലുവിളിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കൂ, നോട്ടീസ് അയച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ട, സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും KC പറഞ്ഞു. ഇത്രയും വിസ്ഫോടനകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഇപ്പൊ ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധി അതിന് തെളിവ് ഹാജരാക്കണമെന്ന്. എന്ത് ബാലിശമാണ്! ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ബോഡി ഇത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പറയേണ്ടത്? അപ്പോൾ അതിൽ തന്നെ തെളിവല്ലേ? അവരെക്സ്പോസ്ഡായി ഇന്ത്യയിൽ സ്വതന്ത്രമായ ഇലക്ഷൻ നടത്താനല്ല അവർ നിൽക്കുന്നത് എന്നുള്ളത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ പുതിയ നോട്ടീസിലും. തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട. ഇത് ഞങ്ങള് അങ്ങനെ വിടുന്ന പ്രശ്നമല്ല. ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഈ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും. അതിന് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകും. ഇന്ന് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ നടന്ന കാർ ആക്സിഡന്റ്. ഫുട്പാത്തിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതിനെ തുടർന്ന് 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ 3 പേർ ഓട്ടോ ഡ്രൈവർമാരാണ്. 2 വഴിയാത്രക്കാർക്കും പരിക്കേറ്റു. ഉച്ചയോടെയാണ് ഈ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉച്ചയ്ക്ക് 12:15 ജനറൽ ആശുപത്രിക്ക് സമീപം എതിർദിശയിൽ നിന്ന് വന്ന സ്വകാര്യ വാഹനം ഫുട്പാത്തിലേക്ക്, ഓട്ടോ സ്റ്റാൻഡിന്റെ സമീപത്തേക്ക് ഫുട്പാത്തിലേക്ക് അമിത വേഗത്തിൽ ഇടിച്ചു കയറിയത്. ഇതുകൂടി നടന്നു വരികയായിരുന്ന 2 കാൽനട യാത്രക്കാർ, അതോടൊപ്പം സമീപത്തുണ്ടായിരുന്ന 2 ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവർമാരായ ഷാഫി, സുരേന്ദ്രൻ തുടങ്ങിയവർ സമീപത്തെ സുഹൃത്തുക്കളുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതേസമയം കാൽനട യാത്രക്കാരിൽ ഒരു യുവതിയും മറ്റൊരു വഴിയാത്രക്കാരനുമുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് നടന്ന് ജനറൽ ആശുപത്രിക്ക് സമീപത്തേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ വാഹനം ഈ 4 പേരെയും ഇടിച്ച് തെറിപ്പിച്ചത്. സമീപത്തായി രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ്. വാഹനം ഓടിച്ചിരുന്നത് വട്ടിയൂർക്കാവ് സ്വദേശിയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഈ വാഹനം ഇയാൾക്കൊപ്പം ഒരു കുഞ്ഞും ഉണ്ടായിരുന്നുവെന്നാണ് കന്റോൺമെന്റ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാൾ മദ്യപിച്ചിരുന്നതായോ മറ്റെന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നതായോ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഒന്നുകിൽ ഈ ഗിയർ മാറി ചവിട്ടിയതാകാം ഇങ്ങനെയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പോലീസ് വിശദമായി ഇയാളുന്ന കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. കന്റോൺമെന്റ് പോലീസ് ഇയാളെ ഉടൻ തന്നെ, അപകടമുണ്ടായ ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില, ഈ യുവതിയുടെ നില അല്പം ഗുരുതരമാണ്. അവരുൾപ്പെടെ 4 പേരെയും പ്രാഥമികമായ ചികിത്സ ജനറൽ ആശുപത്രിയിൽ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ അവർക്ക് വിദഗ്ധമായ ചികിത്സ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം എവിടേക്ക് പോയതാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും നാടിനെ നടുക്കുന്ന ഒരു അപകടമാണ് ഈ ജനറൽ ആശുപത്രിക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി വാഹന ഗതാഗതം അടക്കം, അതായത് ഈ സംഭവ സമയത്ത് വലിയ ഗതാഗത
കുരുക്ക് ഈ സമീപത്തുണ്ടായി. തുടർന്ന് പോലീസ് എത്തിയാണ് വാഹനം ഇവിടെ നിന്ന് മാറ്റി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. Looking stylish, guys. For every style, there is a Celerio. നമ്മുടെ മുകളിൽ ഒരാളുണ്ട് എന്ന സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന അപകടം അതുതന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്കായി അതിന്റെ CCTV ദൃശ്യങ്ങളാണ് എത്തിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സന്ദർശനം വിവാദമായിരിക്കെ പ്രതികരണവുമായി ജോത്സ്യൻ മാധവ പൊതുവാൾ. MV ഗോവിന്ദന്റേത് സൗഹൃദ സന്ദർശനമായിരുന്നെന്നും സന്ദർശനം വിവാദമാക്കിയതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളുടെ ബന്ധം അടുത്ത കൊല്ലങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. ആ സമയത്ത് മാഷ് വീട്ടിൽ കയറി എൻ്റെ സുഖം അന്വേഷിച്ചു മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ സന്ദർഭം ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ചായ കുടിച്ചു. അതാണ് അവർ ഇഷ്യൂ ആക്കിയിട്ട് ആരാന്നല്ലേ കുട്ടികളുടെ ആരെ ഫോട്ടോ എടുത്ത് എനിക്കറിയില്ല. അത് വല്ലാത്തൊരു ഇഷ്യൂലേക്ക് കടന്നു. ഒരു ജ്യോതിഷമായിട്ട് മാഷ്ക്ക് യാതൊരു ബന്ധം അതിലില്ല. കാരണം സാറങ്ങനെ ഇന്ന് വരെ എന്നോടൊരു മുഹൂർത്തത്തിനോ ഒരു ജ്യോതിഷത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ചത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ചോദിക്കുന്നതല്ലാതെ അദ്ദേഹം ജ്യോതിഷത്തിൻ്റെ വിഷയത്തിലേക്ക് ഇതുവരെ ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. ഇന്ന് ട്രംപിനെ രാജ്നാഥ് സിംഗ് പരോക്ഷമായി ഒന്ന് കൊട്ടി. അമേരിക്കയുടെ ഇരട്ടത്തീരുവയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നു. ചില മുതലാളിമാർക്ക് ഇന്ത്യയോട് അസൂയെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനാണ് അവരുടെ ശ്രമം. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ട്രംപിന്റെ പേര് പറയാതെയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിമർശനം. कुछ लोग हैं जो भारत का विकास जितनी तेजी के साथ हो रहा है उन्हें रास नहीं आ रहा है, उन्हें अच्छा नहीं लग रहा है. सबके बास तो हम हैं. भारत कैसे इतनी तेजी के साथ बढ़ रहा है और बहुतों के द्वारा यह कोशिश की जा रही है कुछ ऐसा किया जाए ताकि भारत में भारतवासियों के हाथों से जो चीजें तैयार होती हैं वह दुनिया के देशों में जाएं तो उन देशों में बनने वाली चीजों से वह महंगी हो जाए ताकि भारत की धरती पर भारतवासियों के हाथों से बनी हुई चीजें जब महंगी हो जाएंगी तो दुनिया के दोस्त को लोग उसे नहीं खरीदेंगे. यह कोशिश की जा रही है. लेकिन बहनों भाइयों, भारत जितनी तेजी के साथ आगे बढ़ रहा है मैं पूरे विश्वास के साथ कहता हूं कि भारत को अब दुनिया की कोई ताकत विश्व की एक बड़ी शक्ति बनने से रोक नहीं सकती. Looking stylish, guys. For every style, there is a Celerio. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ വിജയമാണ് കണ്ടത്. അതിർത്തി കടന്ന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർക്കാൻ നമ്മുടെ സേനയ്ക്കായി. ഇന്ത്യയുടെ പുതിയ മുഖം ലോകത്തെ കാണിക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞുവെന്നും നരേന്ദ്രമോദി ബംഗളൂരുവിൽ പറഞ്ഞു. आज ऑपरेशन सिंदूर के बाद मैं पहली बार बेंगलुरु आया हूं. ऑपरेशन सिंदूर में भारतीय सेनाओं की सफलता सीमा पार कई किलोमीटर भीतर आतंकवादी ठिकानों को नेस्त नाबूद करने की ताकत और आतंकवादियों के बचाव में उतरे पाकिस्तान को
कुछ ही घंटों में घुटनों पर लाने की हमारी क्षमता पूरी दुनिया ने नए भारत के इस स्वरूप के दर्शन किए हैं. മാണി ഗ്രൂപ്പിനോട് സി പി ഐയോട് മാണി ഗ്രൂപ്പിന് വലിയ പ്രതിഷേധമില്ല. മാണി ഗ്രൂപ്പിന് ശക്തിയില്ലെന്ന് സി പി ഐയുടെ കടന്നാക്രമണത്തോടെ കരുതലോടെയാണ് ഇന്ന് കേരള കോൺഗ്രസ് എം പ്രതികരിച്ചത്. വാർത്തകളോട് ജോസ് പ്രതികരിക്കാതിരുന്നപ്പോൾ പാർട്ടി യോഗത്തിനുള്ളിലെ സ്വാഭാവിക ചർച്ചകൾ എന്നായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. തർക്കം വഷളാകാതിരിക്കാൻ കരുതലോടെ നിലപാടെടുക്കുകയാണ് CPM. കോട്ടയത്ത് സമാപിച്ച CPIയുടെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലും അതിന് പരാമർശിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി VB ബിനു നടത്തിയ പ്രസംഗത്തിലുമാണ് കേരള കോൺഗ്രസ് എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത്. CPM പറയുന്ന പോലെ കേരള കോൺഗ്രസ് എമ്മിന് പറയത്തക്ക വലിയ ശക്തിയൊന്നുമില്ല എന്നാണ് CPIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ അണികൾക്കൊരു UDF മനസ്സാണ്. കുറേ നേതാക്കൾ LDFിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് VB ബിനു ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പോർട്ടിലും ഇത്തരം പരാമർശങ്ങൾ ഉണ്ട്. മറ്റൊന്ന്, ഈ ശക്തി കേന്ദ്രം വലിയ ശക്തിയുണ്ട് എന്ന് കേരള കോൺഗ്രസ് പറയുന്നു. പക്ഷേ പാലാ, കടുത്തുരുത്തി ഈ 2 സീറ്റിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി തെളിയിക്കാനായില്ല. കാരണം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് പാലയും കടുത്തുരുത്തിയും. പക്ഷേ ഈ 2ഇടത്തും കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് മത്സരിച്ചിട്ട് പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. വൈക്കത്ത് മാത്രമാണ്, അതായത് CPI MLA ഉള്ള CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്ത് മാത്രമാണ് ഇടതു മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് കരുതലോടെയുള്ള ഒരു പ്രതികരണത്തിലേക്ക് പാർട്ടി കേരള കോൺഗ്രസ് എമ്മും CPMഉം കടന്നത്. ഇരുവർക്കുമിടയിലുള്ള ആശയവിനിമയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കരുതൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണി ഇന്ന് പ്രതികരിച്ചില്ല. പ്രതികരിച്ച റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ സമ്മേളനങ്ങളല്ലേ, അതിനൊക്കെ ഉള്ളിലൊക്കെയുള്ള വിമർശനങ്ങളാകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. CPM ആകട്ടെ പ്രതികരിച്ച K അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മാധ്യമ സൃഷ്ടിയാണ്, ഇങ്ങനൊരു സംഭവമില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാ മാധ്യമങ്ങളുടെയും വാർത്തകളെ ഫലത്തിൽ തള്ളിക്കളയുകയാണ് CPM ചെയ്തിട്ടുള്ളത്. CPMനെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. വലിയ വെല്ലുവിളി ഫലത്തിൽ ഇതിനോട് പ്രതികരിച്ചാൽ ഉണ്ടാകും. അങ്ങനൊരു ഏറ്റുമുട്ടലിന് പറ്റിയ സമയമല്ല ഇപ്പോഴെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് ഇത് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അടിത്തട്ടിൽ ഇതിൻ്റെ ഒരു ഇതിനോടനുബന്ധിച്ച് ഒരു പക്ഷേ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്തോ അപ്പുറത്ത് കേരള കോൺഗ്രസ് മത്സരിക്കുന്നിടത്തോ ഒക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വോട്ടിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് നേതൃത്വത്തിന് ഇപ്പോൾ ബാക്കിയുള്ളത്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമ്മുമ്മയുടെ ആൺസുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയുമായി 14കാരൻ വടുതല സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ക്രൂരത നേരിട്ടത്. കുടുംബത്തിന്റെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശി പ്രവീൺ അലക്സാണ്ടറിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. തുടർന്ന് ഇന്ന് ഇയാൾ അഭിഭാഷകനെ കാണാനെത്തിയപ്പോൾ ഇയാളെ അറസ്റ്റും ചെയ്തു. ഇക്കഴിഞ്ഞ ഡിസംബർ 24-ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അമ്മൂമ്മയുടെ ആൺസുഹൃത്തായ പ്രവീൺ 14കാരന് നിർബന്ധിച്ചു മദ്യം നൽകിയത്. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പലതവണ നിർബന്ധിച്ച് കഞ്ചാവ് വലിപ്പിച്ചെന്നും ലഹരി വാങ്ങാൻ തന്നെ കൊണ്ടുപോയെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ഒരു ദിവസം വരാപ്പുഴയെ കൊണ്ടുപോയി. അത് എന്നിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഒരു പൊതി മേടിച്ചെല്ലാം വന്ന് എൻ്റെ കൈ തന്നിട്ട് എന്നോട് ഇത് പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിടിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കി. വീട്ടിൽ വന്ന് പുള്ളിക്കാരൻ റൂമിലോട്ട് കയറി. പുള്ളിക്കാരൻ ഡോറ് ചാരിയിട്ടേക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കണ്ടത് അപ്പം അത് കഞ്ചാവാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇതേമാതിരി ബർത്ത്ഡേ സമയത്ത് ഇതേമാതിരി കുടിപ്പിച്ചെന്നെ കൊണ്ട് അതേമാതിരി തന്നെ കഞ്ചാവ് വലിപ്പിക്കുകയും ചെയ്യിപ്പിച്ചു. കുട്ടിയുടെ മാതാപിതാക്കൾ എറണാകുളം നോർത്ത് പോലീസിന് പരാതി നൽകി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രവീൺ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കുട്ടിയുടെ അമ്മ പറഞ്ഞു. ജയിലിൽ കുറച്ച് നാളല്ലേ കിടക്കത്തുള്ളൂ. ആ കിടന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെയും അമ്മേനെയും മോനെയും കൊല്ലുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടുപോയത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഭീഷണിപ്പെടുത്തിയെന്ന വകുപ്പ് പ്രകാരവുമാണ് പ്രവീണിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. Looking stylish, guys. For every style, there is a Celerio.
ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റുണ്ടായി, പിന്നീട് ജാമ്യവും കിട്ടി. നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച അതുല്യയുടെ ആത്മഹത്യയിൽ കൊല്ലത്തെ അതുല്യയുടെ ആത്മഹത്യയിൽ ഭർത്താവ് സതീഷിന് ജാമ്യം. ദുബായ് പോലീസ് സതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുവരെ ഇടക്കാല മുൻകൂർ ജാമ്യം തുടരുമെന്നും കോടതി അറിയിച്ചു. 2 ലക്ഷം രൂപയുടെ ആൾജാമ്യമാണ് ഉപാധി. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിന് ജാമ്യം അനുവദിച്ചു. കൊല്ലം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതുല്യയുടെ മരണം കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ സതീഷ് കുറ്റക്കാരനാണെന്ന് ദുബായ് പോലീസ് കണ്ടെത്തിയിട്ടുമില്ല. ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപയും 2 ആൾജാമ്യവുമാണ് വ്യവസ്ഥ. മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി സതീഷ് ഇന്ന് നാട്ടിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സതീഷിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുല്യയുടെ പിതാവും രംഗത്ത് വന്നിട്ടുണ്ട്. തൻ്റെ മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്നാണ് പിതാവ് ഇപ്പോഴും ഉറച്ച് മൊഴി നൽകുന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നതും. സതീഷ് നാട്ടിൽ എത്തിയതോടുകൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ നിന്നും സതീഷിനെ പിടികൂടിയിരുന്നു. തുടർന്ന് കൊല്ലം ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തുടർ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അയാൾ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തത്. അന്വേഷണത്തോട് പൂർണ്ണമായും സതീഷ് സഹകരിക്കും എന്നാണ് സതീഷിൻ്റെ അഡ്വക്കേറ്റായ മുനീർ മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്. 2025 ജൂലൈ 19 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇരുവരും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സതീഷ് ആണ് ഈ അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം അറിയുന്നതും പോലീസിലുമൊക്കെ അറിയിക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ടെന്നും ഈ കേസ് അന്വേഷിക്കണമെന്നും അതുല്യയെ കൊലപ്പെടുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതുല്യയുടെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. നിലവിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉപാധികളോടെ സതീഷിന് ജാമ്യം ലഭ്യമായിരിക്കുന്നത്. വിനീഷ് കൊട്ടാരക്കരയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു തട്ടിപ്പിന്റെ കഥ ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. സംവരണ ആനുകൂല്യങ്ങൾക്കായി വ്യാപകമായ ജാതി മാറ്റ തട്ടിപ്പാണ്. ലത്തീൻ കത്തോലിക്ക സഭയുടെ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്ന വ്യവസ്ഥകൾ ലംഘിച്ചാണ്. വളരെ വ്യക്തമായി തന്നെ തെളിവുകളടക്കമാണ് പ്രദീപ് ശ്രീധരൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സംസ്ഥാനം ഇന്ന് ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു അത്. രൂപത അധികൃതരുടെ ഒത്താശയോടെ 100 കണക്കിന് പേർ വർഷങ്ങളായി ജാതി മാറ്റുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രദീപ് ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. രഞ്ജിത്ത്, സംവരണാനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി വളരെ വ്യാപകമായ ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. കാലങ്ങളായി ഇത് നടന്നു വരുന്നുണ്ട്. 2012 ഇറക്കിയ ഒരു സർക്കാർ ഉത്തരവ് അത് ദുരുപയോഗം ചെയ്താണ് ഇത്തരത്തിൽ ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, അതായത് ലത്തീൻ സർട്ടിഫിക്കറ്റുകൾ നേടുന്നത്. ഇവർ പലരും മറ്റ് വിഭാഗങ്ങളിലുള്ളവരാണെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതായത് ഹൈന്ദവരായ നാടാർ സമുദായത്തിലുള്ളവർ, അതുപോലെ ക്രിസ്ത്യൻ നാടാർ, SIUC വിഭാഗത്തിലുള്ളവർ, ഈഴവർ പോലും അങ്ങനെ മാറിയതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വ്യാപകമായി കാലങ്ങളായി ഇങ്ങനെ മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2012 ഈ ഉത്തരവിൽ ആദ്യം 2010 ഒരു നിയമം, ശക്തമായ ഒരു നിയമം ഇറക്കിയിരുന്നു. അതിന് കാരണമായത് 2009 അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിന് കൊടുത്ത ഒരു കത്താണ്. അതിൽ പറഞ്ഞിരുന്നത് നെയ്യാറ്റിൻകര മേഖലയിലും മറ്റും വളരെ വ്യാപകമായി ആളുകൾ കൂട്ടത്തോടെ നാടാർ സമുദായത്തിലുള്ളവർ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് മാറുന്നു, ഇത് സംശയാസ്പദമാണ് എന്ന ഒരു കത്ത് കൊടുത്തു. അതിനെ തുടർന്ന് സർക്കാർ അന്വേഷിക്കുകയും 2010 ഒരു നിയമം ഉത്തരവ് കൊണ്ടുവരികയും ചെയ്തു. അതിൽ പറഞ്ഞിരുന്നത് 1947 മുമ്പ് ലത്തീൻ സഭാ വിശ്വാസം ഉള്ളവർക്കും അവരുടെ പിന്മുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നാണ്. അതിനുശേഷം 2015-ലും 12-ലും പിന്നീട് ഉത്തരവുകൾ ഇറങ്ങി. 12-ലെ ഉത്തരവിൽ ഈ 1947 എന്ന നിബന്ധന ഏതാണ്ട് ഒഴിവാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത് പൂർണ്ണമായി എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ പോലും അതിൽ കുറച്ച് ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങിയത്. അതിൻ്റെ മറപിടിച്ചാണ് പിന്നീട് വളരെ വ്യാപകമായി പലരും സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കി. സമീപകാലത്ത് ചില റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തതോടെ ഇപ്പോൾ പൂർണ്ണമായും ഈ നിബന്ധന ഒഴിവാക്കണം, 1947 നിബന്ധന ഒഴിവാക്കണമെന്നൊരു ആവശ്യം രൂപതാ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളിലുള്ളവരും മറ്റും വളരെ ആശങ്കാകുലരാണ്. കാരണം മറ്റ് സമുദായത്തിലുള്ളവർ വന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ ലത്തീൻ വിഭാഗത്തിൽ മുമ്പ് തന്നെ ഉള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർക്കും മറ്റും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു എന്നാണ് അവരുടെ ആശങ്ക. അങ്ങനെ ലഭിക്കാതെ പോയ നിരവധി പേരുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് പോലും അവർക്ക് സർക്കാർ ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് നെയ്യാറ്റിൻകര രൂപതയിൽ മാത്രം ഉള്ള കാര്യമാണെന്ന് പറയാൻ വയ്യ. ഏറ്റവും കൂടുതൽ പേർ കൂട്ടത്തോടെ മാറുന്നത് അവിടെയാണെങ്കിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ മറ്റ് മേഖലകളിലും
അതുപോലെ കൊല്ലം ജില്ലയിലെ പുനലൂരിലും മറ്റും കൊല്ലം പുനലൂരിൽ വളരെ വ്യാപകമായി ഇത്തരത്തിൽ ആളുകൾ മാറിയിട്ടുണ്ട്. അതിൽ പരിവർത്തിത ക്രൈസ്തവരും അതുപോലെ മറ്റ് ഹൈന്ദവ ജാതിയിൽപ്പെട്ടവരും മറ്റും ജാതികളിൽപ്പെട്ടവരും മറ്റും ഇത്തരത്തിൽ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ വ്യാപകമായി ആളുകൾ കൂട്ടത്തോടെ ജാതി മാറുന്നൊരു അവസ്ഥ, അത് അതിൻ്റെ മറവിൽ ഒരു പരോക്ഷമായി ചില കേസുകളിലെങ്കിലും മതപരിവർത്തനവും നടക്കുന്നുവെന്ന് പറയേണ്ടി വരും. കാരണം ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ള ഒരാൾ ലത്തീൻ കത്തോലിക്ക വിശ്വാസിയെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു മതമാറ്റം കൂടി നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ വ്യാപകമായി അല്ലെങ്കിൽ ആസൂത്രിതമായി ചില മാറ്റങ്ങളാണ് നടക്കുന്നത്. അതിന് രൂപതാ നേതൃത്വം തന്നെ സഹായം ചെയ്യുന്നു എന്നുകൂടി പറയേണ്ടി വരും. അതിന് കാരണമാകുന്നത് സഭാ വിശ്വാസികളുടെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം. പക്ഷേ അതിന് എതിർപ്പുമായി രംഗത്ത് വരുന്നത് ആ സഭയിൽ ആ വിശ്വാസ പ്രകാരം ജീവിക്കുന്നവർ തന്നെയാണ്. കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലെടുത്തും മറ്റും ജീവിക്കുന്ന ആളുകളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്നാണ് അവരുടെ ആശങ്ക. പ്രദീപ് സുന്ദരമൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇതോടുകൂടി 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.